വരൂ നമുക്ക് കുറച്ച് സമയത്തേക്ക് കുടുംബശ്രീ ആവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ്. പലർക്കും അറിയുന്നുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കാം. ഇവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാലിമി വ്ളോഗേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു JD എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്ടോക്കുള്ള കാലത്തോട്ടുള്ള പരിപാടിയാണ് ഇവർ. അന്ന് നമ്മൾ ടിക്ടോക്കേഴ്സ് ഒക്കെ ആയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഇരുന്നത്. പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, പിന്നീട് യൂട്യൂബിലോട്ട് താണ്ട് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു, ഞാനും അവരും എല്ലാവരും. അപ്പോൾ അവർ ടിക്ടോക്കിൽ നിന്ന് ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാം വന്നു, യൂട്യൂബിലോട്ട് വന്നു, ഷോർട്സ് ഒക്കെ അത്യാവശ്യം നല്ല റീച്ച് ചെയ്ത് തുടങ്ങി. പിന്നീട് വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ അച്ഛനമ്മ ഒക്കെ വെച്ചിട്ട് ഇവർ വീഡിയോസ്, ഫാമിലി വ്ളോഗ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അതൊക്കെ അത്യാവശ്യം നല്ല കത്തിക്കേറി നല്ല റീച്ച് ആയി, അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം റീസെൻ്റ്ലി മൃദുല എന്ന് പറയുന്ന ആ ഒരു പ്രണവല്ലല്ലോ പ്രവീൺ ചേട്ടൻ്റെ ആണെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വാട്ടർ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഇവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രെൻഡിങ് നമ്പർ 1 തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് രണ്ടാമത് അവർ എന്തിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർ ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി, ഇവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞിറങ്ങി. കുറേ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇവർ വീട്ടിൽ നിന്ന് ഇവരെ തല്ലി ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവർ വീട് വിട്ട് ഇറങ്ങിപ്പോയതാന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയത്തേക്ക് കുടുംബശ്രീ മൂഡ് ഓൺ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ, വാട്ടർ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിട്ടേക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡ്യൂട്ടി ഡോക്ടറിനെ കാണിച്ചു, അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അവിടുന്ന് നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു. അവർ പറയണത് 35 വീക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീക്ക് ആയാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങോട്ടാ പോകുന്ന എടുത്തത്, അവിടുന്ന് നേരെ റെഫർ ചെയ്തു. താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ശ്വാസത്തിൽ വന്നാലോ എന്നാണ് അത് പറയുന്ന റീസൺ. നിങ്ങളൊന്ന് ആരെയും ആലോചിച്ചു നോക്കണം. അവിടെ ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു ആംബുലൻസ് പോലും ഇല്ല. ഞാൻ പോയി ചോദിച്ചു. അവര് തന്നെ പറഞ്ഞ റെഫർ ചെയ്യാൻ, ആംബുലൻസിൽ വിളിക്കാന്ന് പറഞ്ഞ് 108 കോൾ ചെയ്തു. എൻ്റെ തന്നു, ഞാൻ സംസാരിച്ചു. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഡ്രൈവറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇന്ന് സ്ട്രൈക്കാണ്. മനസ്സിലാവുന്നില്ല ഇതൊക്കെ. ആരെയും ആലോചിക്കണേ ഈ ഒരു സിറ്റുവേഷന്. അവർക്ക് സ്ട്രൈക്കാ, വണ്ടി എടുക്കത്തില്ല, ഉള്ള വണ്ടി പഞ്ചറാകും. ഉള്ള വണ്ടി പഞ്ചറാണ്, യൂണിയൻകാരുടെ സ്ട്രൈക്കാണ്, അതുകൊണ്ട് ആംബുലൻസ് എടുക്കൂലെന്ന്. എടീ, യൂണിയൻകാരുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെയാണ് ഈ പറയുന്ന പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അയ്യോ അമ്മ, സോറി അമ്മ, എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇവിടെ യൂണിയൻ സ്ട്രൈക്കാണ്, വീട്ടിലൊരു ആംബുലൻസ് കിടപ്പുണ്ടായിരിക്കും, എന്നാലും പറ്റൂല, യൂണിയൻ സ്ട്രൈക്കാണ്, അതുകൊണ്ട് നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ എന്നാൽ തലേ ചുമന്നുകൊണ്ടോ എന്ന് ഇവർ പറയായിരിക്കുമല്ലേ. എന്തായാലും ഒരു വീഡിയോക്കകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഇവർ പറഞ്ഞു പോകുന്നത്. നമ്മളൊക്കെയാണ് നല്ല വർത്താനം നമ്മൾ പറഞ്ഞേനെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, പിന്നീട് ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം, എന്നിട്ട് നമുക്ക് ഈ കമന്റിനെ പറ്റിയിട്ട് സംസാരിക്കാം. വരികയായിരുന്നു. അപ്പോൾ SITയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ SITയിൽ മൃദുല അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ, ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ ഇവിടെ എനിക്കും വലിയ പരിചയമില്ല. സത്യം പറഞ്ഞാൽ വാട്ടർ ബ്രേക്ക് ആയിട്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കത്തേ ഉള്ളായിരുന്നു. അതുമല്ല നമ്മുടെ ഇവിടെ അത്ര ക്ലീനൊന്നും അല്ല. കണ്ടു ഇവിടെ ഭയങ്കര, കാരണം അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ കാർഡല്ലായിരുന്നു, ഇവിടെ വേറെ കാർഡൊക്കെയാണ്. ഇവിടെ ഫുള്ള് എന്താ പറയുക, നമ്മളെ അവിടുത്തെ കണക്കല്ല കേട്ടോ. ഇച്ചിരി ഓടാനൊക്കെ ഉണ്ട്, ഇച്ചിരി കഷ്ടപ്പാട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ടെസ്റ്റുകൾ, എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഓടി രാവിലെ ഇപ്പം ഇവിടെ വന്ന പാടെ ഒരു കുറേ ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. ഓരോ കൗണ്ടറൊക്കെ അങ്ങും ഇങ്ങും മൂലയ്ക്ക് അങ്ങും ഇങ്ങൊക്കെ ആകെ കൺഫ്യൂഷനായി. അങ്ങനെ എന്തായാലും പോയി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു ആ ടൈം. പിന്നെ ഈ ഓരോ ടെസ്റ്റുകൾ പറയുന്നതാണ് വിഷയം, കാരണം ഓരോന്നും ഓരോ ലാബൊക്കെ അങ്ങും ഇങ്ങൊക്കെയാണ്. അതൊക്കെ കണ്ടുപിടിക്കിച്ച് പാടാം. അവിടെ ഓരോരോ ബ്ലോക്കുകളല്ലേ. അത് മൃദുല ആ ഒരു വേഷത്തിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. എനിക്ക് കൂടെ പോകണം, കൂടെ ഇരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കതൊന്നും ഈ ഒരു ഹോസ്പിറ്റലിൽ പോസിബിൾ അല്ല. എന്ത് ചെയ്യാനാണ്. അവൾക്ക് നല്ല വിഷമമുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞാണ് കയറി പോയത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രഗ്നൻസി, ഡെലിവറിയുടെ ഒരു നടത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഈ യൂണിയൻ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ള ആൾക്കാരില്ലേ, ഈ നിയമപാലകർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ ഒരാളുടെ ജീവൻ്റെ അല്ലെങ്കിൽ ജീവനൊരു പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനത്തെ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇതുപോലെ തെമ്മാടിത്തിന് കാണിക്കുന്ന പുന്നാര മക്കൾക്കെതിരെ ആദ്യം കേസ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, ഇവൻ്റെ ഒക്കെ വീട്ടിലുള്ള അമ്മയും അച്ഛനും വീട്ടുകാരെല്ലാവരും ഇതുപോലെ കിടക്കും വഴിമാർ ഇതും പറഞ്ഞുകൊണ്ടേക്കായിരിക്കും. ഓക്കെ, അപ്പം ഇത് ഇങ്ങനൊരു വീഡിയോ അവർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന്, ഇത് നമ്മുടെ ഒരു വശം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും ഇവരുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് ഇവർ എന്തിനിടെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് ഇത്ര പൈസയൊക്കെ ഉള്ളവരല്ലേ, നിങ്ങൾക്ക് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂടെ എന്നൊക്കെ പറഞ്ഞു കുറച്ച് കമന്റ്സ് വായിക്കാം.
യൂട്യൂബ് വരുമാനം ഒരുപാട് ഉണ്ടായിട്ടും എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്? നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട്, ഈ കേസിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, വലിയ കത്തി റേറ്റ് ഒന്നും ആകില്ല, ഗോവ ട്രിപ്പ് പൈസ ഇതിൽ മുടക്കിയിരുന്നതിൽ നന്നായിരുന്നു, ഇത്രയും പൈസയൊക്കെ ഉള്ളതല്ലേ, അർജൻറ്റ് കേസിന് ഗവൺമെൻറ് പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അത്ര അർജൻസി ആയിട്ട് എന്താ പറയുക, അധിക ദൂരം ഒരു മണിക്കൂറിൽ കൂടുതൽ പോലും നമുക്കൊരു അത്രയും ഡിലേ ആവാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ വൈകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ അടുത്തുള്ള ഏത് ഹോസ്പിറ്റലാണോ പ്രൈവറ്റ് ആണോ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് പോവാം. അല്ലാത്ത പക്ഷം കുറച്ചുകൂടെ ടൈം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇവരിപ്പം അങ്ങോട്ടേക്ക് അത്രയും ദൂരത്തേക്ക് പോയിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു കേസ് പറയട്ടെ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു മന്ത്രിയോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയോ ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അത്രയും അടിപൊളിയായിട്ട് നിങ്ങളുടെ കിഡ്നിയും കരളും ഒക്കെ അവിടെ കൃത്യമായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, അത് കുറേ കേസൊക്കെ നമ്മൾ കുറേ സിനിമകളിലൂടെ വാർത്തകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ്റെ ഒരു കേസ് ഞാൻ പറയാം. അവൻ്റെ ശരീരത്തിലൊരു ഭാഗത്തായിട്ട് ചെറിയൊരു മുഴ വന്നു. ഈ മുഴ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, അവർക്കത് പറഞ്ഞ ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അടൂരുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അത്ര മാത്രമേ പറയാം. അപ്പം ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ ഇത് കാണിച്ചപ്പോൾ പറഞ്ഞു ഇതെന്തോ വലിയ അസുഖമാണ്, ഇവനെന്തോ സർജറിയോ മറ്റോ ചെയ്യണം, ഇതെന്തോ ക്രിട്ടിക്കൽ സാധനം എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ ഇവനെ അടൂരുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇത് ഉറുമ്പ് കടിച്ചിട്ട് നീര് വെച്ച് എന്തോ പൊങ്ങിയിരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ ആ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുറേ വേണ്ടാത്ത കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാം, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത്രയും പൊക്കി അടിച്ച് ഇവർ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇവർ കുറച്ച് പേരൊക്കെ ഇതുപോലെ ഇവരെ പോലുള്ള യൂട്യൂബേഴ്സ്, കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോട്ടറേ, എന്നാലല്ലേ ഇവിടെ കുറച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്കും എത്ര ധൈര്യത്തോടെ കയറി ചെല്ലാനൊക്കെ പറ്റുള്ളൂ. കാര്യം ഇതുപോലത്തെ ആൾക്കാർക്ക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കും വിചാരിക്കാം നമുക്ക് ഇതുപോലത്തെ നല്ല ട്രീറ്റ്മെൻറ്റ് ഒക്കെ കിട്ടുമെന്നുള്ളത്. എന്തായാലും എന്തിനാണ് ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയെന്നുള്ളത് ഇവർ രണ്ടാമത് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടെ നോക്കാം. അതുപോലെ തന്നെ ഡോക്ടർമാരും സ്റ്റാഫ് എല്ലാവരും, ഞാൻ ചിലക്ക് വേദന വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ എപ്പോ വിളിച്ചാലും വരും. ദൂരെ ഇങ്ങനെ കൈ കാണിച്ചാലും ഡോക്ടർമാരാണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്, പഠിക്കുന്നവരാണ്, ലാസ്റ്റ് ഫൈനൽ ഇയറും അതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരും എല്ലാവരും ഇങ്ങനെ ജൂനിയർ സീനിയർ കുറെ പേര് വന്ന് എല്ലാവരും നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ക്ലീനിന്റെ കാര്യത്തിൽ പുറത്തേ ഉള്ളൂ കേട്ടോ ആ വിഷയം, ഒരിക്കലും അകത്തില്ല. അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഒരു പേവാർഡാണ് നമുക്ക് കിട്ടിയത്. അത് പേവാർഡ് മാത്രമല്ല, നമ്മൾ പോകുമ്പോൾ വാർഡും കാര്യങ്ങളൊക്കെ കാണുന്നില്ല, അത് അടിപൊളിയാണ്, അത് നല്ല ക്ലീൻ ആണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കൈയൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇവരാണ് എല്ലാം ഓക്കെ. ഇവിടെ വന്ന സേഫാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വീഡിയോയിൽ പറഞ്ഞു, ഈ സംഭവം ഇത്രയും ടൈം ഒരിക്കലും വേറെ ഹോസ്പിറ്റലായിരുന്നു എപ്പോഴും സിസേറിയൻ ചെയ്തെടുക്കുന്നത്. ഒരു മാക്സിമം നോർമൽ ഡെലിവറിക്ക് എത്ര ശതമാനം അതിന് ഹോപ്പുണ്ടോ അവരതെല്ലാം കഴിഞ്ഞ് അവർ അതുവരെ നോക്കും. കാരണം വേറെ ഹോസ്പിറ്റലായിരുന്നു എപ്പോഴേ സിസേറിയൻ ചെയ്തത്. എന്തായാലും അതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ആ ഒരു ഇതുണ്ട്, ഇത്തിരി കഷ്ടപ്പെട്ടാലും ഓടിയാലും എടുത്തിട്ടുള്ള ഒരു പ്രശ്നമില്ല. കാരണം ഇവർക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു മുതൽ ആഗ്രഹിച്ചത്, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അവർക്ക് സുഖമായിട്ട് ഇറങ്ങി നടക്കാം, ബാത്റൂമിൽ സ്വന്തമായിട്ട് പോകാം, എണീക്കാം, നടക്കാം, കുഞ്ഞിനെ എടുക്കാം, ഒരു പ്രശ്നമില്ല. സിസേറിയൻ ആയിരുന്നുണ്ടെങ്കിൽ ബെഡ് റെസ്റ്റ്. ഓക്കെ, അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ലൊരു കെയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നൊരു വ്യക്തികളാണ്. അപ്പം ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഇന്റേൺഷിപ്പിന് വന്ന കുറേ കുട്ടികളുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവരൊക്കെ ഇവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അങ്ങനത്തെ നല്ല ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർ നാളെ നീട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് വിഷയമാണ്. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഇനി അതുകൊണ്ടാണോ അല്ലാതെയാണോ ഇത്ര നല്ല കെയർ കൊടുത്തതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആൻഡ് ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ല കെയർ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ഈ പറയുന്ന പാഷാണത്തെ ക്രിമി എന്ന് പറയുന്ന പോലെ കുറേ ആൾക്കാരും ഉണ്ട്. മെയിനായിട്ട് പറയേണ്ട ഈ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന കുറേ അണ്ണങ്ങളുണ്ട്. ഇവന്മാരുടെ വിചാരം ഇവന്മാർ മറ്റേ എന്താ പറയുക തോക്കും പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ബോർഡറിൽ പോയി വെടിവെക്കാൻ നിൽക്കാന്നുള്ള ഒരു വിചാരത്തിലാണ് ഇവന്മാർ നിൽക്കുന്നത്. നമ്മൾ വരുമ്പോഴത്തേക്കിന് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ എന്തെങ്കിലും എന്ത് കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും പോകുമായിരിക്കും. അപ്പോഴും ഇവന്മാർക്ക് കുരു കൊണ്ടിട്ട് ഇവന്മാരുടെ കുറേ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. നല്ല ഹോസ്പിറ്റൽസ് എന്ന് പറയാൻ പറ്റില്ല. നല്ല മീൻസ് ഈ ഹോസ്പിറ്റലിൽ അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കനുസരിച്ചിരിക്കും ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഏത് രീതി കിട്ടുമെന്നുള്ളത്. ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിപ്പെട്ട ഒരാൾക്കാണെങ്കിൽ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയി. പിന്നീട് തിരിച്ച് വീട്ടിൽ വരികയും കുറേ നല്ല ബുദ്ധിമുട്ടായ സർജറി ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഈ സ്റ്റിച്ചൊക്കെ വിട്ടിളകിയിട്ട് നല്ല ഇഷ്യൂ ആയി. പിന്നീട് വീണ്ടും ഹോസ്പിറ്റലിൽ കുറേ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ ഡോക്ടറിന് ഒരു കൂസലും ഇല്ല, ഒരു ഇതുമില്ല. ഞങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ച് വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. ലാസ്റ്റ് ഇവിടുത്തെ DMO എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ആണോ
ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ എന്തോ ഒരു ആളെ സംഭവമാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയുള്ള വേറൊരാൾ ത്രൂ അത്യാവശ്യം ഹോൾഡുള്ളൊരു പുള്ളിയാണ്. അപ്പോൾ അയാൾ ത്രൂ ഞങ്ങൾ ഈ DMO ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഹോസ്പിറ്റലിൽ വിളിപ്പിക്കുക ചെയ്ത് നമ്മുടെ ആളാണ്, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ, നല്ല രീതിയിൽ നോക്കണമെന്നൊക്കെ ഇങ്ങനെ പ്രത്യേകം ഒരു റെഫറൻസ് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഈ ഡോക്ടർ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മറ്റേ നമ്മൾ മരുന്ന് കൊടുക്കുന്ന പോലെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് നമ്മൾ പേവാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പേവാർഡ് ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വലിയ ഉടായ്പൊക്കെ ഇറക്കി മറ്റേ കോൾ അവിടെ നിന്ന് വന്നുകൊണ്ട് നമുക്കൊരു പേവാർഡ് തന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന മേളത്തുള്ള നല്ലൊരു ഇൻഫ്ലുവൻസ് വന്നാൽ മാത്രം പേവാർഡ് അടഞ്ഞ് ഇതുവരെ എന്താ പറയുക ഫുള്ള് ഫില്ലായി കിടക്കുന്ന പേവാർഡ് വരെ നമുക്ക് വേണ്ടിയിട്ട് തുറന്ന് കിടക്കും. എപ്പോഴേ മേളിൽ നിന്നൊരു ഓർഡർ വന്നാൽ ഇവരൊക്കെ ഇതിന് മാത്രം കുരു പൊട്ടിട്ട് ഇവർ കാണിക്കുന്ന എന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ കുറേ കുണങ്ങൾ കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അവരെയൊക്കെ നമ്മൾ അന്യം നിർത്തേണ്ടതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്ക് ടു വീഡിയോയിലോട്ട് വരുമ്പോൾ കുടുംബശ്രീ മൂഡ് വിട്ടു പോകുന്നത്, ബാക്ക് ടു കുടുംബശ്രീ മൂഡ്. അപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വീഡിയോ കാണാൻ തോന്നുന്നേ ഇല്ല, നിങ്ങൾ കൊച്ചു അമ്മ അച്ഛൻ എവിടെക്കുറിച്ച് പറയൂ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, അടുത്ത വീഡിയോയിലെങ്കിലും എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അമ്മയും അച്ഛനും കൊച്ചുവും വന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഈ സമയത്ത് പ്രവീൺ ഓരോന്നിനും വേണ്ടി ഓടി നടക്കുമ്പോൾ അനിയനും വരാമല്ലോ, എല്ലാവരും മൃദുവിൻ്റെ വീട്ടുകാർ തന്നെ ചെയ്യണമെന്നില്ല, അല്ലാത്ത എല്ലാ വീഡിയോസും കൊച്ചു അച്ഛൻ അമ്മ ഇവരൊക്കെ ഉണ്ടല്ലോ, പ്രശ്നങ്ങളില്ലാത്ത വീടുകളെല്ലാം തികഞ്ഞതായിട്ട് ആരുമില്ല, എന്നാലും പറയുകയാണ് എപ്പോഴും കൂടെയുള്ള ആൾക്കാർ കാണാതെ ആകുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഒന്നും ഇടാതെ ഇരിക്കുക. അത് സ്വാഭാവികമായിട്ടും പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇതുപോലെ നിങ്ങളുടെ ഫാമിലി വ്ളോഗേഴ്സ് ആണ്, നിങ്ങളൊരു വ്യൂവർ ആകുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടാകും. അത് പറയേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. കാര്യം ആൾക്കാർ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതാണ്. കാര്യം നിങ്ങൾ പബ്ലിക്കലി നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ലൈഫ് കൊണ്ടിടുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, പിന്നെ ഹേ ഗൈസ് ഹിയർ ഇവരുടെ വീട്ടിൽ എന്തോ വലിയ വഴക്ക് ആയിരുന്നെന്ന് പറഞ്ഞ് അന്ന് കേൾക്കുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാ, അവളുടെ വീട് ഇവരുടെ വീടിൻ്റെ അടുത്താണ്. എനിക്ക് ശരിയാണോ എന്നറിയില്ല. പ്രവീൺ മൃദുല ഇവരെ അവിടുന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറയുന്നു. പിന്നെ അവർ ഇറങ്ങി പോയതാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. കാര്യം ക്ലിയർ അല്ല, കാര്യം അറിഞ്ഞാൽ ആ കമൻറ്റിൻ്റെ റിപ്ലൈ ആയി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ്, ഇപ്പം ഇവർ ഇറങ്ങിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് ഈ കമൻറ്റ് ആൾക്കാർക്ക് പോലും അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഒന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. പിന്നെ വേറൊരു കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ, അവർ തമ്മിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, യൂട്യൂബ് റവന്യൂ മൊത്തം പ്രവീണാണ് എടുക്കുന്നത്, അതൊക്കെ ഇഷ്യൂ ആയി. ഈ സാധനം ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ടീമായിട്ട് ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഈ കോമഡി സ്കെച്ചസ് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രവീൺ പടം ഇത് ഞാനിന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം റവന്യൂ ഒക്കെ ഇവരെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒക്കെ നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഒരു കട്ട കുടുംബശ്രീ മൈൻഡ്, എനിക്ക് വയ്യ. അപ്പം സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ എന്താ പറയുക ഈക്വലി അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റ് പറഞ്ഞതാണെന്നൊന്നും ഞാൻ എന്താ പറയുക സ്ഥാപിക്കുകയല്ല, ഇങ്ങനെ ആവാം എന്നുള്ള ജസ്റ്റ് ഒന്ന് ഞാൻ ആലോചിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇനി വരുന്ന വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ആളുകൾക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. കാര്യം ഈ പറയുന്ന പോലെ നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സാണ്. നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ പറയുന്ന പോലെ കണ്ണീർ സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് ഇന്നിപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഈ ഒരു ഫാമിലി വ്ളോഗിങ് എന്ന് പറയുന്നത്. നിങ്ങളെ അത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രത്തോളം നിങ്ങളുടെ ഫാമിലിയിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരുടെ ഫാമിലി വ്യൂവേഴ്സിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇത്തരം കാര്യങ്ങൾ അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുള്ളതാണ്. അത് പറഞ്ഞില്ലേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊച്ചു ഈ പ്രണവ് എന്ന് പറയുന്ന ആ കൊച്ചു സെപ്പറേറ്റ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇനി സ്വന്തമായിട്ട് ഇനി അവൻ്റെ ചിലവൊന്നും നമുക്ക് വേണ്ടേ, നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുവാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണെങ്കിൽ നിങ്ങളത് തിരിച്ച് അവർക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർ അങ്ങനത്തെ ഒരു മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളത്. പറയാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടുതൽ തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊരു ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ഇവരൊരു കോമഡി സ്കെച്ച് ചെയ്ത് ഭയങ്കര കുറച്ച് സാധനങ്ങളൊക്കെ റോങ് ആയിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അന്ന് കുറേ ഒരു ഡോക്ടറാണെങ്കിൽ വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ല. അന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഇതുവരെ നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെ വന്നിട്ടില്ലാത്തവർക്ക് ആദ്യമായിട്ടൊരു നെഗറ്റീവ് കമൻറ്റ്സ് അധികമായിട്ട് ആ ഒരു കമൻറ്റ് ബോക്സിൽ അധികമായിട്ട് വന്നുകൊണ്ടിരുന്നത് ആ ഒരു വീഡിയോയ്ക്കായിരുന്നു. അന്ന് ഇവർ ഈ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു എന്നുള്ളതല്ലാതെ അതിനൊരു മറുപടി വീഡിയോ അല്ലെങ്കിൽ മറുപടിയായിട്ട് ഒരു കമൻറ്റിലൂടെ പോലും ഒന്നും പറയുക കാര്യങ്ങളും ചെയ്യില്ല. അങ്ങനെ അവരങ്ങ് വിട്ടങ്ങ് കളയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ അവർ ഇനി വീഡിയോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് പറയൂ എന്നുള്ളൊരു എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ പറയുന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം.